السلام عليكم ورحمة الله. بسم الله الرحمن الرحيم. الحمد لله الذي أنعم علينا وهدانا إلى دين الإسلام، وما كنا لنهتدي لولا أن هدانا الله، وأفضل الصلاة وأتم السلام على سيدنا محمد رسول الله وعلى آله وأصحابه الفائزين برضا الله. പ്രിയമുള്ള സഹോദരങ്ങളെ, പരിശുദ്ധ റമദാനിലെ ഒടുവിലെ പത്തിലാണ് നാം ഉള്ളത്. ആ ഒടുവിലെ പത്തിൽ ലൈലത്തുൽ ഖദറിനെ പ്രതീക്ഷിക്കുന്ന ദിനരാത്രങ്ങളാണ് നമ്മുടെ മുമ്പിലുള്ളത്. ലൈലത്തുൽ ഖദറിൻ്റെ മാഹാത്മ്യം, പുണ്യങ്ങളൊക്കെ വാരിക്കൂട്ടാനുള്ള ശ്രമത്തിലാണ് എല്ലാ മുഅ്മിനീങ്ങളും. ആ ശ്രമങ്ങളൊക്കെ അല്ലാഹു സുബ്ഹാനഹു വ തആല വിജയിപ്പിക്കുമാറാകട്ടെ. ഇന്നലെ രാത്രിയോടെ ഒമാൻ ഒഴികെയുള്ള ഗൾഫ് നാടുകളിൽ ഒടുവിലെ പത്ത് പ്രവേശിച്ചു കഴിഞ്ഞു. ഇന്ന് രാത്രിയോടുകൂടി നാട്ടിലും പ്രവേശിക്കുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ മഗ്ഫിറത്തും റഹ്മത്തും നമുക്ക് നേടിയെടുക്കാൻ പറ്റിയില്ലെങ്കിൽ നമ്മൾ പരാജിതരായി പോകും എന്ന് പരിശുദ്ധ ഖുർആനിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞതായിട്ട് നമുക്ക് കാണാം. നമ്മുടെ വല്ലിപ്പയും വല്ലിമ്മയും അഥവാ ആദം നബി അലൈഹിസ്സലാം, അവിടുത്തെ പത്നി ഹവ്വാ റളിയല്ലാഹു തആല അൻഹായും ഇവരെ സ്വർഗത്തിലാണല്ലോ അല്ലാഹു സുബ്ഹാനഹു വ തആല സൃഷ്ടിച്ചത്. അവിടെ നിന്നൊരു മരത്തിലേക്ക് അടുക്കാൻ പാടില്ല എന്ന് പറഞ്ഞ് അല്ലാഹു സുബ്ഹാനഹു വ തആല അവരെ വിലക്കിയിരുന്നു. അത് മറന്നുകൊണ്ട് അവരതിൽ നിന്ന് ഭക്ഷിച്ചു. അത് കാരണത്താൽ അവർ ഖേദിച്ചു റബ്ബിലേക്ക് ദുആ ചെയ്തൊരു ദുആയുണ്ട്. പരിശുദ്ധ ഖുർആനിൽ പറയുന്നു, റബ്ബനാ ളലംനാ അൻഫുസനാ വഇൻ ലം തഗ്ഫിർ ലനാ വതർഹംനാ ലനകൂനന്ന മിനൽ ഖാസിരീൻ. ഞങ്ങളുടെ റബ്ബേ, ഞങ്ങളുടെ നഫ്സുകളോട് ദ്രോഹം ചെയ്തു. ഞങ്ങൾ നീ ചെയ്യാൻ പാടില്ല എന്ന് പറഞ്ഞ സംഗതി ചെയ്തു പോയി. അങ്ങനെ ഞങ്ങളുടെ ശരീരങ്ങളോട് ഞങ്ങൾ ദ്രോഹം ചെയ്തു. വഇൻ ലം തഗ്ഫിർ ലനാ വതർഹംനാ, ഞങ്ങൾക്ക് നീ പുറത്തു തന്നില്ലെങ്കിൽ, ഞങ്ങൾക്ക് നിൻ്റെ റഹ്മത്ത് ലഭിച്ചില്ലെങ്കിൽ, ലനകൂനന്ന മിനൽ ഖാസിരീൻ, തീർച്ചയായും ഞങ്ങൾ പരാജിതരിൽ പെട്ടുപോകും എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആലയോട് നമ്മുടെ വല്ലിപ്പയും വല്യമ്മയും ദുആ ചെയ്തത് പരിശുദ്ധ ഖുർആനിൽ വ്യക്തമായി പറഞ്ഞിട്ടുണ്ട്. അതുപോലെ നൂഹ് നബി അലൈഹിസ്സലാം തത്തുല്യമായ ഒരു വാക്ക് പറഞ്ഞതായിട്ട് ഖുർആനിലുണ്ട്, വഇല്ലാ തഗ്ഫിർ ലീ വതർഹംനി അകും മിനൽ ഖാസിരീൻ. എനിക്ക് റബ്ബേ നീ പുറത്തു തന്നിട്ടില്ലെങ്കിൽ, നിൻ്റെ കാരുണ്യം എൻ്റെ മേൽ നീ ചൊരിഞ്ഞു തന്നിട്ടില്ലെങ്കിൽ, അകുൻ മിനൽ ഖാസിരീൻ, ഞാൻ പരാജിതരിൽ പെട്ടുപോകും. ഇതുപോലെ തുല്യമുള്ള വാക്കുകൾ വേറെ സ്ഥലത്തും കാണാം. ഏതായാലും അള്ളാഹുവിൻ്റെ റഹ്മത്തും മഗ്ഫിറത്തും ലഭിക്കാതിരുന്നാൽ അവർ പരാജിതരാണ് എന്നാണ് ഇതെല്ലാം നമ്മെ പഠിപ്പിക്കുന്നത്. അത് രണ്ടും നേടിയെടുക്കാനുള്ള സുവർണാവസരമാണ് പരിശുദ്ധ റമദാൻ. നമ്മൾ മനുഷ്യരാണ്, മലക്കുകളല്ല. മലക്കുകൾ മഅസൂമുകളാണ്, അവരൊക്കെ തെറ്റൊന്നും സംഭവിക്കൂല. അവരെ സെറ്റിപ്പ് മറ്റൊരു രൂപത്തിലാണ്. നമ്മളങ്ങനല്ല, നമ്മൾ വേറെ രൂപത്തിലാണ് അല്ലാഹു തആല സൃഷ്ടിച്ചിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ മനുഷ്യ സഹജമായി പല തെറ്റുകുറ്റങ്ങളും അമ്പിയാക്കളല്ലാത്തവരിൽ നിന്ന് സംഭവിക്കും. അങ്ങനെ സംഭവിച്ചാൽ അതിനുള്ള പോംവഴി അത് പൊറുപ്പിക്കലാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല
പുറത്തു തരുന്നവനാണ്, ഗഫൂറുർ റഹീമാണ്. അവരോട് ചോദിച്ചാൽ അല്ലാഹു തആല പുറത്തു തരും എന്നൊക്കെ അല്ലാഹു തആല പറഞ്ഞിട്ടുണ്ട്. പക്ഷേ ആ നിലക്ക് നമ്മൾ അല്ലാഹുവിനെ സമീപിക്കണം. നമ്മൾ ചെയ്ത തെറ്റുകൾ അതിന് മാപ്പപേക്ഷിക്കുമ്പോൾ അതിനെ സംബന്ധിച്ചുള്ളൊരു കുറ്റബോധം നമ്മുടെ ഹൃദയത്തിലുണ്ടാവണം. ഈ നിലക്ക് നമ്മൾ തൗബ ചെയ്ത് ആ തൗബയുടെ മനസ്സോടുകൂടി റബ്ബിനോട് മഗ്ഫിറത്ത് ചോദിച്ചാൽ തീർച്ചയായും തട്ടിക്കളയുന്നവനല്ല റബ്ബ്. റബ്ബിനെ സംബന്ധിച്ച് നമ്മൾ അങ്ങനെയല്ല ധരിക്കുന്നത്. ഖാലിഖായ റബ്ബ് വളരെ ദയാലുവാണ്, മാപ്പ് നൽകുന്നവനാണ്. എന്ത് തെറ്റുകുറ്റങ്ങൾ വന്നു പോയാലും മാപ്പ് നൽകുന്നവനാണ്. എത്ര വലിയ പ്രതീക്ഷയുള്ള ആയത്താണ് അല്ലാഹു സുബ്ഹാനഹു വ തആല പരിശുദ്ധ ഖുർആനിൽ പറഞ്ഞിട്ടുള്ളത്. അതിനും വലിയ പ്രതീക്ഷയില്ല. അർജാ ആയത്തിൻ ഫിൽ ഖുർആൻ, ഖുർആനിൽ നിന്ന് ഏറ്റവും പ്രതീക്ഷയുള്ള ഒരായത്താണ് ഖുൽ യാ ഇബാദിയല്ലദീന അസ്റഫൂ അലാ അൻഫുസിഹിം ലാ തഖ്നതൂ മിർ റഹ്മത്തില്ലാഹ് ഇന്നല്ലാഹ യഗ്ഫിറുദ്ദുനൂബ ജമീഅ ഇന്നഹു ഹുവൽ ഗഫൂറുർ റഹീം. നബിയെ, തങ്ങൾ പറയൂ, യാ ഇബാദിയല്ലദീന അസ്റഫൂ അലാ അൻഫുസിഹിം, തങ്ങളുടെ സമുദായത്തോട് പറയൂ. എന്ത്? എൻ്റെ അടിമകളെ, അല്ലദീന അസ്റഫൂ അലാ അൻഫുസിഹിം, അവരെ സ്വന്തം ശരീരത്തിന് മേൽ അവർ അമിതമായി പല തെറ്റുകുറ്റങ്ങളും ചെയ്ത എൻ്റെ അടിമകളെ, ലാ തഖ്നതൂ മിർ റഹ്മത്തില്ലാഹ്, അല്ലാഹുവിൻ്റെ റഹ്മത്തിനെ തൊട്ട് നിങ്ങൾ ആശമുറിയരുത്. അള്ളാഹിൻ്റെ റഹ്മത്തിനെ തൊട്ട് നിങ്ങൾ ആശമുറിയരുത്. എനിക്ക് അള്ളാഹിൻ്റെ റഹ്മത്ത് കിട്ടൂലാന്ന് വിചാരിക്കരുത്. ഞാൻ അത്രയും തെറ്റ് ചെയ്തവരാണ്, വലിയ തമ്മാടിയാണ്, അങ്ങനെ പല തോന്നിവാസങ്ങളും ചെയ്ത വ്യക്തിയാണ്, അതുകൊണ്ട് എനിക്കഞ്ഞി അള്ളാഹിൻ്റെ റഹ്മത്ത് കിട്ടൂലാന്നൊന്നും നിങ്ങൾ വിചാരിക്കരുത്. നിങ്ങൾ അള്ളാഹുവിൻ്റെ റഹ്മത്തിനെ തൊട്ട് ആശമുറിയരുത്. ഇന്നല്ലാഹ യഗ്ഫിറുദ്ദുനൂബ ജമീഅ, തീർച്ചയായും അള്ളാഹു എല്ലാ ദോഷങ്ങളും പൊറുക്കും. ഇന്നഹു ഹുവൽ ഗഫൂറുർ റഹീം, തീർച്ചയായും അവൻ ഗഫൂറാണ്, അല്ലാതെ പൊറുക്കുന്നവനാണ്, കാരുണ്യവാനാണ് എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പരിശുദ്ധ ഖുർആനിൽ പറയുന്നു. വളരെ പ്രതീക്ഷ നൽകുന്ന ഒരായത്താണത്. അതുകൊണ്ട് പ്രിയമുള്ള സഹോദരങ്ങളെ, നമ്മുടെ പാപങ്ങൾ ചെറുതായാലും വലുതായാലും അതെല്ലാം പൊറുപ്പിച്ചെടുക്കാൻ മാപ്പ് ചോദിച്ച് റബ്ബിൻ്റെ മുന്നിൽ കരഞ്ഞ് പറഞ്ഞ് പാപമോചനം നേടാൻ വേണ്ടി നമ്മളെല്ലാവരും ശ്രമിക്കണം. അല്ലാഹു സുബ്ഹാനഹു വ തആല തൗഫീഖ് നൽകട്ടെ. ചെറുദോഷം വൻദോഷം എന്നൊക്കെ പറഞ്ഞാൽ അല്ലാഹു സുബ്ഹാനഹു വ തആലയോട് നമ്മൾ ഏത് തെറ്റ് ചെയ്താലും അത് ധിക്കാരം തന്നെയാണ്. റബ്ബ് അല്ലാഹു തആല നമ്മളെ സൃഷ്ടിച്ചു, നമ്മളെ സൃഷ്ടാവാണ്, റാസിഖാണ്, നമുക്ക് ഭക്ഷണം നൽകുന്നവനാണ്, ഓക്സിജൻ നൽകുന്നവനാണ്, നമുക്ക് എല്ലാ നിലക്കുള്ള അനുഗ്രഹങ്ങളും ചൊരിയുന്ന റബ്ബിനോട്, ആ റബ്ബിനെ ധിക്കരിച്ചുകൊണ്ട് ഏത് ചെറിയ തെറ്റ് ചെയ്താലും അത് തെറ്റ് തന്നെയാണ്. മനുഷ്യ സഹജമായി സംഭവിക്കും, തീർച്ചയാണ്. എന്നാൽ അത് ചെറിയ ദോഷങ്ങളാണെങ്കിൽ, ചെറുദോഷങ്ങളാണെങ്കിൽ അത് സാലിഹായ അമല് കൊണ്ട്, അമാലുസ്സാലിഹത്ത് കൊണ്ട് അത് പൊറുക്കപ്പെടും എന്ന് പല ഹദീസുകളും അത് സംബന്ധിയായി വന്നിട്ടുണ്ട്. അതിലേക്ക് ചില സൂചനകൾ മാത്രമാണ് ഇന്ന് ഞാൻ നിങ്ങളിലേക്ക് കൊണ്ടുവരുന്നത്. 5 നേരം നമ്മൾ നിസ്കരിക്കുന്നുണ്ടല്ലോ. 5 നേരം ഒരു മുഅ്മിനായ മനുഷ്യൻ നിസ്കരിച്ചിരിക്കണം. അങ്ങനെ നമ്മൾ നിസ്കരിക്കുന്നുണ്ട്. ആ നിസ്കാരം കൊണ്ട് നമ്മുടെ ദോഷങ്ങളൊക്കെ പൊറുക്കപ്പെടുന്നുണ്ട്. ഒരു ഹദീസ് നിങ്ങൾ ശ്രദ്ധിക്കുക. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സഹാബത്തിനോട് ചോദിക്കുന്നു, നിങ്ങളുടെ ഒരുത്തൻ്റെ ഗേറ്റിൻ്റെ മുന്നിലൂടെ ഒരു പുഴ ഒഴുകിക്കൊണ്ടിരിക്കുന്നു.
ആ പുഴയിൽ നിന്ന് ആ വീട്ടുകാരൻ 5 പ്രാവശ്യവും കുളിക്കുന്നു. ഹൽ യബ്ഖാ മിൻ ദറനിഹി ഷൈ, അവൻ്റെ ശരീരത്തിൽ വല്ല അഴുക്കും ബാക്കി ഉണ്ടാകുമോ എന്ന് ചോദിച്ചപ്പോൾ സഹാബത്ത് പറഞ്ഞു, ലാ യബ്ഖാ മിൻ ദറനിഹി ഷൈ, അവൻ്റെ ശരീരത്തിൽ പിന്നെ ഒരഴുക്കും ബാക്കി ഉണ്ടാവില്ല എന്ന് പറഞ്ഞു. എന്നിട്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നു, ഇതുപോലെയാണ് 5 നിസ്കാരങ്ങളുടെ ഉദാഹരണം. യംഹുല്ലാഹു ബിഹിന്നൽ ഖതായ, ആ 5 നിസ്കാരങ്ങളെ കൊണ്ട് അല്ലാഹു തആല ദോഷങ്ങൾ പുറത്തു കൊടുക്കും, ചെറുദോഷങ്ങൾ പുറത്തു കൊടുക്കും. അങ്ങനെ നമ്മളെ ഫിൽട്ടർ ചെയ്തുകൊണ്ടേയിരിക്കും. നമ്മളിൽ നിന്ന് തെറ്റുകുറ്റങ്ങൾ വരും. ഒരു നിസ്കാരം കഴിഞ്ഞതിൻ്റെ അങ്ങേ നിസ്കാരത്തിൻ്റെ ഇടയിൽ വന്നുപോയ ചെറുദോഷങ്ങളൊക്കെ മറ്റേ നിസ്കാരം കൊണ്ട് പൊറുക്കപ്പെടും. അപ്പം 5 നേരത്തെ നിസ്കാരങ്ങളെ കൊണ്ട് നമ്മുടെ ദോഷങ്ങളൊക്കെ പൊറുക്കപ്പെടുമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞതാണ്. പക്ഷേ പൊറുക്കപ്പെടണമെങ്കിൽ എന്ത് വേണം? അതിന് പറ്റുന്ന നിസ്കാരമാകണം. അതാണിപ്പോൾ നമ്മുടെ പ്രശ്നം. 5 നേരം നിസ്കരിക്കുന്നവരെയാണ് അൽഹംദുലില്ലാഹ് നമ്മളൊക്കെ. പക്ഷെ ആ നിസ്കാരം ഇതുപോലെ നമ്മളെ പാപം പൊറുക്കാൻ പറ്റുന്ന നിസ്കാരമായിട്ടുണ്ടോ ഇല്ലേ പരിശോധിക്കപ്പെടേണ്ടതാണ്. എന്താണ് നമ്മുടെ നിസ്കാരത്തിൻ്റെ അവസ്ഥ? വല്ല ഭയഭക്തിയും നമ്മുടെ നിസ്കാരത്തിനുള്ളിൽ വരുന്നുണ്ടോ? നമ്മുടെ ഹൃദയത്തിലേക്ക് കടന്നു വരുന്നുണ്ടോ? റബ്ബിൻ്റെ മുന്നിലാണ് നിൽക്കുന്നത്, റബ്ബിനോടാണ് സംഭാഷണം നടത്തുന്നത് എന്ന വല്ല ബോധവും നമ്മുടെ ഹൃദയത്തിലേക്ക് വരുന്നുണ്ടോ? എന്തൊക്കെ കോപ്പിരാട്ടികളാണ് നിസ്കാരത്തിൻ്റെ ഇടയിൽ നമ്മൾ കാട്ടിക്കൂട്ടിക്കൊണ്ടിരിക്കുന്നത്. ഫർദ് നിസ്കാരം സുന്നത്തോടൊക്കെ ഫർദ് നിസ്കാരങ്ങളിൽ തന്നെ എന്തെല്ലാം കോപ്പിരാട്ടികളാണ്. നിസ്കാരത്തിലേക്ക് കടന്നാൽ എന്തൊക്കെ വേലകളാണ് നമ്മൾ ചെയ്യുന്നത്. അതിനിടയിൽ മൊബൈൽ വരേണ്ടത്, അത് ടെലിഫോൺ വരേണ്ടത്, അത് ശ്രദ്ധിക്കുന്നു. അതുപോലെ തന്നെ മാന്തല്, ചൊറിച്ചിൽ, അരക്കങ്ങൾ, ഇങ്ങനെ പലതുമായി നമ്മുടെ നിസ്കാരങ്ങളൊക്കെ ബാത്തിലായി പോകുന്നൊരവസ്ഥയല്ലേ. എത്ര ആളുകളാണ് ഇത്തരം ന്യൂനതകളൊക്കെ അവരുടെ നിസ്കാരത്തിൽ പ്രകടമായിക്കൊണ്ടിരിക്കുന്നത്. പിന്നെ എങ്ങനെയാണ് അത് കാരണമായി നമ്മുടെ ദോഷങ്ങൾ പൊറുക്കപ്പെടുക? അതുകൊണ്ട് സഹോദരങ്ങളെ, നമ്മുടെ നിസ്കാരങ്ങൾ 5 നേരത്തെ നിസ്കാരം ഫർദാണത്. ഇപ്പോൾ ഖിയാമുൽ ലൈലും മറ്റും മറിച്ചൊക്കെ നിസ്കരിച്ചിട്ട് സുബഹിക്ക് കിടന്ന് ഉറങ്ങുന്ന ആൾക്കാർ എത്ര ഉണ്ട്? സുബഹി എന്ന് പറഞ്ഞാൽ വളരെ പ്രധാനപ്പെട്ട ഒരു ഫർദല്ല. ആ ഫർദിന് ജമാഅത്തിന് പങ്കെടുക്കാൻ പറ്റാതെ ഖിയാമുൽ ലൈൽ നിസ്കരിച്ചിട്ട് എന്താ കാര്യം? തറാവീഹ് നിസ്കരിച്ചിട്ട് എന്താ കാര്യം? അതുകൊണ്ട് ആ കാര്യത്തിലൊക്കെ നമ്മൾ ബോധവാന്മാരാകണം. ഈ പരിശുദ്ധ റമദാന് നമുക്കൊരു മാറ്റത്തിനുള്ള മാർഗമായി തീരണം. അതിനായിരിക്കട്ടെ നമ്മുടെ ശ്രമങ്ങൾ. അല്ലാഹു സുബ്ഹാനഹു വ തആല തൗഫീഖ് നൽകട്ടെ. ഈ പറഞ്ഞതിനെയും കേട്ടതിനെയും അല്ലാഹു ഒരു സാലിഹായ അമലായി ഖബൂൽ ചെയ്യട്ടെ. ഇൻഷാ അല്ലാഹ് അതിൻ്റെ ബാക്കി ഭാഗം നമുക്ക് അടുത്ത ക്ലിപ്പിൽ പറയാം. റഹ്മാനായ റബ്ബേ, ഞങ്ങളിൽ നിന്ന് വന്നുപോയ എല്ലാ തെറ്റുകുറ്റങ്ങളും നീ മാഫാക്കണേ അല്ലാ, നീ മാഫാക്കണേ അല്ലാ. റബ്ബേ, ഞങ്ങളുടെ നിസ്കാരവും നോമ്പും മറ്റ് എല്ലാ അമലുകളും പരിപൂർണമായി സ്വീകരിക്കണേ അല്ലാ, പരിപൂർണമായി സ്വീകരിക്കണേ അല്ലാ, പരിപൂർണമായി സ്വീകരിക്കണേ അല്ലാ. റഹ്മാനായ റബ്ബേ, ഇനി ദോഷങ്ങൾ ചെയ്യാത്ത പരിശുദ്ധമായ ഒരു ജീവിതത്തിന്, ദോഷവിമുക്തമായ ജീവിതത്തിന് ഞങ്ങൾക്ക് നീ തൗഫീഖ് നൽകണേ അല്ലാ. ഞങ്ങൾക്കും ഞങ്ങളുടെ കുടുംബത്തിൽ ഇപ്പോൾ ജീവിച്ചിരിക്കുന്ന എല്ലാവർക്കും ആഫിയത്തുള്ള ദീർഘായുസ്സ് നിന്റെ പൊരുത്തത്തിലായി നൽകണേ അല്ലാ. അവർക്കും ഞങ്ങൾക്കും മരണം ഖൈറാകുന്ന സമയത്ത് കലിമ ചൊല്ലി മരിക്കാനുള്ള സൗഭാഗ്യം നൽകണേ അല്ലാ. ലൈലത്തുൽ ഖദറിലെ എല്ലാ ഖൈറാത്തുകളും ഞങ്ങൾക്ക് നീ നൽകണേ അല്ലാ. അതിൻ്റെ ഖൈറാത്തിനെ തടയുന്ന ഒരു കാര്യങ്ങളും ഞങ്ങൾക്ക് നീ നൽകല്ല അല്ലാ. റഹ്മാനായ റബ്ബേ, ആ ലൈലത്തുൽ ഖദറിൻ്റെ മഹാത്മ്യങ്ങൾ, അതിൻ്റെ പുണ്യം നേടണമെന്ന ഉദ്ദേശത്തോടെയാണ് ഞങ്ങളെ
ഇനി എങ്ങോട്ടുള്ള ഞങ്ങളുടെ പ്രവർത്തനങ്ങളൊക്കെ നീ സ്വീകരിക്കണേ അല്ലാ. റഹ്മാനായ റബ്ബേ, ഞങ്ങൾ കുടുംബത്തിൽ നിന്ന് ഒരുപാട് ആളുകൾ മരിച്ചു പോയിട്ടുണ്ട്. മാതാപിതാക്കൾ, സഹോദര സഹോദരിമാർ, മറ്റ് ബന്ധുമിത്രാദികൾ, ഇഷ്ടജനങ്ങൾ, ഉസ്താദുമാർ, എല്ലാ മുഅ്മിനീങ്ങൾക്കും നീ പൊറുക്കണേ അല്ലാ. അവരുടെ ബർസഖിയാത്തും സന്തോഷത്തിലാക്കണേ അല്ലാ. ഗൾഫ് മേഖലയിൽ സമാധാനം പുനഃസ്ഥാപിക്കണേ അല്ലാ. എല്ലാ പ്രശ്നങ്ങൾക്കും നീ പരിഹാരമാക്കണേ അല്ലാ. എല്ലാ മുഅ്മിനീങ്ങൾക്കും മുഅ്മിനാത്തിനും പൊറുക്കണേ അല്ലാ. ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ. وصلى الله وسلم على سيدنا محمد وآله وصحبه أجمعين. سبحان ربك رب العزة عما يصفون وسلام على المرسلين والحمد لله رب العالمين.